Food and Travel. എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ദീപാവലി സ്വീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ മുന്നേ ആദ്യം തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അമ്മക്ക് ചാനൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ ഒരു വീഡിയോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ദീപാവലി സ്വീറ്റ് ആയിട്ടുള്ള മലായി ലഡു ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടൊരു പാൻ എടുത്ത് വെച്ചു. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 20 അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കാം. ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി വറുത്തെടുക്കാം. ഉണക്കമുന്തിരി വറുത്ത് കോരിയ അതേ നെയ്യിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് നെയ്യ് കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് വറുത്ത് കോരിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇതുപോലൊരു കവറിലിട്ടിട്ട്, പൊട്ടാത്ത കവർ എടുക്കണം, ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള കവറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. പഞ്ചസാരയിലോട്ട് 2 ഏലക്ക കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ബൗളിലോട്ട് 2 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര, ഏലക്കായൻ്റെ മിക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വറുത്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള നെയ്യ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കയ്യിൽ കുറച്ച് നെയ്യാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ നമുക്കിനി വേറെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മലായി ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു. ദീപാവലി സ്വീറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അമർത്തി വെച്ചാൽ ഞങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത
ഒരിക്കൽ കൂടെ ഹാപ്പി ദീപാവലി.